മുക്കാൽ മീറ്ററോളം എൻ്റെ അടിയിലേക്ക് നമുക്ക് ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഫ്ലഷ് ജെറ്റ് ചെയ്ത് നോക്കാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ജെറ്റ് ചെയ്തിട്ട് കുറച്ച് ചെളി ഇങ്ങനെ ഇറക്കി വിടാമെന്നാണ് നമ്മളിപ്പം നിലവിൽ ഉദ്ദേശിക്കുന്നത്. അല്ല ഈ മാൻഹോൾ 5-ൽ നിന്ന് തന്നെയാണ് ഇവിടെ തന്നെയായിരിക്കും. ഇപ്പം ഡൈവേഴ്സ് കയറി സെറ്റിലായ ശേഷം നമ്മൾ പമ്പ് സെറ്റ് ചെയ്യണം. സബ്മർസിബിൾ പമ്പാണ്. പമ്പ് സെറ്റ് ചെയ്തിട്ട് ജെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിത്തട്ടിൽ നിന്ന് ഇളക്കി കളയുന്നതിനാണ്. കുറച്ച് അഴുക്ക് ഇങ്ങനെ ഇളക്കി അത് ആ ഫ്ലോയിൽ തന്നെ താഴേക്ക് പോരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു 117 മീറ്റർ ഒരു റൗണ്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇതിൻ്റെ അടി കൂടെ അതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ ഒരു നിഗമനത്തിൽ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. മേൽത്തട്ടിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നൊന്നും തന്നെ കാണാൻ പറ്റുന്നത് ഇല്ല. ഈ അടുത്ത ഒരു ഘട്ടമാണ് ഈ ജെറ്റ് ചെയ്ത് എടുക്കാന്നുള്ളത്. അതെ, അത് അടുത്തൊരു ട്രയൽ നമ്മളത് നോക്കുക. ഈ കൂടുതൽ ടീം എത്തി നമുക്ക് രാത്രിയിലും തുടരുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു കൂടുതൽ ടീം എത്തിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യും. ഓക്കെ, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു കൂടി ആ കാര്യം വിശദീകരിക്കാം. അതായത് 117 മീറ്റർ ദൂരം ഒരു റൗണ്ട് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഡയറക്ടർ വ്യക്തമാക്കുന്നത്. 30 മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട്. ഇതുവരെ അതിനുള്ളിലുള്ള മാലിന്യം തടസ്സമായതുകൊണ്ട് മാത്രം ഇതുവരെ ജോയിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 28 മണിക്കൂർ കഴിഞ്ഞു ഈ ദൗത്യം തുടങ്ങിയിട്ട്. സ്വാതന്ത്ര്യ സാജു ചേരുന്നുണ്ട്. സ്വാതന്ത്ര്യ, ഈ ആദ്യമേ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു പോകാം. അവരുടെ കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇത്ര മണിക്കൂറുകളായി ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അനുകൂലമായോ ഇല്ലെങ്കിൽ പ്രതീക്ഷാവഹമായോ യാതൊരു കാര്യങ്ങളും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ തോടിൻ്റെ അവസ്ഥ നമുക്കറിയാം. കാലങ്ങളായി ഈ അവസ്ഥയിൽ കിടക്കുന്ന തോടാണ്. പക്ഷേ ഉറച്ചുപോയ ഈ മാലിന്യം ടണലിനുള്ളിൽ ഉള്ളതുകൊണ്ട് മാത്രം ഇവർക്കകത്തേക്ക് പോയി രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നാവിക സംഘം കൂടി എത്തുമ്പോൾ കുറച്ചുകൂടെ ഈസിയാകാനുള്ള സാധ്യതയുണ്ടോ? ഈ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, സംവിധാനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നിർണായകമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇവിടെ നിലവിലിപ്പോൾ ഈ ഒരു റൗണ്ട് 117 മീറ്റർ ഒരു റൗണ്ട് മൊത്തം ഈ ഒരു തിരച്ചിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അവർ സംസാരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് മേയറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നമുക്ക് ആ വാക്കുകളിലേക്ക് ഒന്ന്. അവസ്ഥയായി വെള്ളം കുറഞ്ഞതുകൊണ്ട് വേസ്റ്റ് താഴോട്ടിരിക്കാൻ തുടങ്ങി സാർ. അതാണ് വരാൻ പാടുപെട്ടെ അവരിങ്ങോട്ട് വലിച്ചെടുക്കാനും. പക്ഷെ നമുക്ക് വെള്ളം വറ്റിച്ച് നോക്കുന്നത് പോസിബിൾ അല്ല. നമുക്ക് ആദ്യം ജെറ്റ് ചെയ്ത് നോക്കാം. ജെറ്റ് ചെയ്ത് ഇളക്കി വിട്ട് നോക്കാം. അത് അവിടെ നമ്മൾ ജെറ്റ് ഇവിടെ തന്നെ ഇറക്കാൻ പറ്റും. ഇവിടെ തന്നെ ചെയ്യാം. ഇവിടെ തന്നെ സബ്മർസിബിൾ ആണ് പമ്പ്. ഇവിടെ തന്നെ എന്നിട്ട് നമ്മൾ എവിടെയാണ് അത് നോക്കുന്നത്? നമ്മുടെ മറ്റു സ്ഥലത്താണോ? നമുക്ക് ഇവിടുന്ന് ആദ്യം താഴേക്ക് ജെറ്റ് ചെയ്യാം. താഴെ എന്നിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം മുകളിലേക്ക് ജെറ്റ് ചെയ്യാം. നിലവിൽ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് 117 മീറ്റർ ഉള്ള ഈ ഒരു സ്ട്രെയിറ്റ് ടണൽ, അതായത് ഈ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ടണലിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗവും ഒരു തവണ ഈ പരിശോധന തിരച്ചിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ടെക്നിക്കലായിട്ട് ഒരു തവണ അത് പൂർത്തിയായിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ കുറച്ച് സമയം മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് ഈ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് അരികിലായുള്ള ഈ മാൻഹോളിലേക്ക് ഇറങ്ങി അതിനുള്ളിൽ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 സ്കൂബ ടീം അംഗങ്ങളാണ് ഇതിനുള്ളിലേക്ക് ഇറങ്ങിയ പരിശോധന നടത്തിയത്. അപ്പോൾ ഇവർ അവിടെ ഇറങ്ങിയതിന് ശേഷം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനുള്ളിൽ നിറച്ച് ചെളിയാണ്. മറ്റ് പ്രദേശങ്ങളിൽ മാലിന്യമാണ് വളരെ വലിയ പ്രശ്നമായിരുന്നതെങ്കിൽ ഇപ്പോൾ ചെളിയാണ് പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് അധികം അങ്ങോട്ടേക്ക് കയറി പോകുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചെളി പൂർണ്ണമായും തന്നെ വെള്ളം ഉപയോഗിച്ച് ഇവിടുന്ന് ജെറ്റ് ചെയ്ത് നീക്കിയതിന് ശേഷം വീണ്ടും ഇറങ്ങിയ ഒരു പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വെള്ളം ജെറ്റ് ചെയ്യാൻ വേണ്ട പമ്പും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ കൊണ്ടുവരും. ഈ പ്രദേശത്ത് തന്നെ ജെറ്റ് ചെയ്തിട്ട് വെള്ളം ഈ നമ്മൾ കണ്ട മറഭാഗത്തേക്ക്, അതായത് ഈ ടണലിന്റെ അവസാന ഭാഗത്തേക്ക് ഒഴുക്കി വിടാനാണ് നിലവിൽ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്.